എന്തെല്ലാം ചങ്ങായിമാരെ, എല്ലാവർക്കും സുഖമല്ലേ? 2-3 ദിവസമായിട്ട് കേരളത്തിൽ നിന്നും ഒരുപാട് പേര് മരണപ്പെട്ടു കേട്ടോ. അതിൽ നമ്മുടെ നാട്ടുകാർ മരണപ്പെട്ടവരുണ്ട്, നമ്മുടെ കുടുംബക്കാർ മരണപ്പെട്ടവരുണ്ട്, നമ്മുടെ മക്കൾ മരണപ്പെട്ടവരുണ്ട്, നമ്മുടെ ഭാര്യമാർ മരണപ്പെട്ടവരൊക്കെ ഉണ്ട്. ഞങ്ങൾക്കറിയാം 2-3 ദിവസമായിട്ട് ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മരണമാണ് പാമ്പ് കടി മരണം അല്ലേ? ഇതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് 2 പേര് പാമ്പ് കടിച്ച് മരിച്ചിട്ടുണ്ട് കേട്ടോ. ഇവരാണ് മരിച്ചത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കേരളത്തിലെ ചൂട് സഹിക്കാനാവുന്നില്ല. പാമ്പുകളുടെ മാളങ്ങൾക്ക് ചൂട് സഹിക്കാനാവാതെ അവർ ഒരു തണുപ്പ് തേടി വരികയാണ്, താമസിക്കാൻ ഒരിടം തേടി വരികയാണ്. അങ്ങനെ ഇടം തേടി വരുമ്പോഴാണ് വീടിൻ്റെ പരിസരങ്ങളിൽ കൂട്ടിയിട്ട വേസ്റ്റുകൾ, അല്ലെങ്കിൽ നനവുള്ള വേസ്റ്റ്, വെള്ളത്തിൻ്റെ ടാങ്കി, ഈ വേസ്റ്റ് ടാങ്കി അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ വേസ്റ്റ് പൈപ്പൊക്കെ കൊണ്ടിടുന്ന തൈൻ്റെ മണ്ടക്ക്, തൈയിൽ മാവിനൊക്കെ കൊണ്ടിടുന്ന വേസ്റ്റിൻ്റെ ലൈനുകൾ, അതൊക്കെ കൊണ്ടിട്ട് അതിൽ ഓല, ചപ്പ്, ചവറൊക്കെ വീണിരിക്കുമ്പോൾ അതിൽ നല്ല തണുപ്പുണ്ടാവും. അങ്ങനെയുള്ള തണുപ്പിലേക്ക് വന്ന് പാമ്പുകൾ കയറിയിരിക്കുമ്പോഴും, അതല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പാമ്പുകൾ കയറി വരുമ്പോഴും ഞങ്ങളുടെ കൂടെ അവർ ഞങ്ങളുടെ ബെഡിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും വീട്ടിൻ്റെ പരിസരങ്ങളിൽ അവർ തണുപ്പിന് വേണ്ടി ജീവിക്കാനുള്ള മോഹം കൊണ്ട് അവർ വരികയാണ്. ആ വരുന്ന സമയത്ത് നമ്മളതറിയാതെ അതിനെ വേദനിപ്പിക്കുന്നു, ചിലപ്പോൾ ചവിട്ടുന്നു, ചിലപ്പോൾ മുട്ടിപ്പോകുന്നു അതിൻ്റെ പുറത്ത്. അപ്പോൾ ആ സാധനം ഞങ്ങൾ കടിക്കുകയാണ്, ഞങ്ങൾ അറിയുന്നില്ല. ചിലപ്പോൾ ഉറക്കത്തൊക്കെയാണ് കടിക്കുന്നത്, നമ്മളറിയുന്നില്ല. പിന്നീട് നോക്കുമ്പോഴാണ് അതിൻ്റെ വിഷങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറിയിട്ടുണ്ടാവും. അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് എല്ലാവരും അവരവരുടെ വീടും പരിസരങ്ങളും ഫുള്ള് വൃത്തിയാക്കുക, വേസ്റ്റുകളൊക്കെ ഒഴിവാക്കി നല്ല ക്ലീൻ ചെയ്യുക. കാരണം നമ്മൾ അതുപോലെ തന്നെ വീടിൻ്റെ ഉൾഭാഗങ്ങളൊക്കെ കിടക്കാൻ നേരത്തൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ രാവിലെയൊക്കെ ചെക്ക് ചെയ്യുക, ഡോറുകളൊക്കെ ബന്ധായി അടക്കുക. ഒരു സാധനങ്ങളും വീട്ടിൻ്റെ അകത്ത് കയറാതിരിക്കാൻ വേണ്ടി എല്ലാവരും പരിശ്രമിക്കുക. കഴിവിൻ്റെ പരമാവധി ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവരോടും സ്നേഹം മാത്രം.